അനുമോൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ, സൊസൈറ്റിയിൽ തനിക്ക് ഒരു കള്ളി എന്ന് പറയുന്ന ഇമേജ് ആണ് ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കിട്ടുന്നതെങ്കിൽ തന്നെ നല്ല ആത്മഹത്യ ചെയ്ത് കളയാനും മടിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഇങ്ങനെ തുടർന്നുണ്ടെങ്കിൽ ജിസേലിനെ കൊല്ലാനും താൻ മടിക്കില്ല എന്നൊക്കെ അനുമോൾ ഇന്നലെ പറയുന്നുണ്ടല്ലേ. ഇത് ശരിക്കും പറഞ്ഞ ഒരിക്കലും ഒരു ബിഗ് ബോസ് റൂൾസിനൊന്നും ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. അതായത് ഈ പറയുന്ന ഒരു ഗെയിമായിട്ട് എടുക്കാതെ എല്ലാം പേഴ്സണലായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് എന്തായാലും വരുന്നത്. ഉറപ്പായിട്ടും നമുക്കറിയില്ല, ഇതെന്തായാലും വലിയ രീതിയിൽ തന്നെ ഒരു പ്രശ്നമാകാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ലാലേട്ടനൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ശനി ഞായർ ദിവസങ്ങളിൽ വലിയ രീതിയിൽ അനുമോളിനെ പോയിന്റ് ചെയ്യാനും നല്ല രീതിയിൽ ശിക്ഷകളെല്ലാം കിട്ടാൻ സാധ്യതയുള്ള, ചിലപ്പോൾ ബിഗ് ബോസിന് പുറത്ത് വരെ പോകാൻ സാധ്യതയുള്ളൊരു കാര്യങ്ങളാണ് എന്തായാലും ഈ പറയുന്ന അനുമോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ പറയുന്ന സംസാരവും കാര്യങ്ങളും എല്ലാം. നമുക്കറിയാം, തുടങ്ങി അനുമോൾ പോയിന്റ് ചെയ്യുന്നത് ജിസൈലിനാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിരുന്നു, ജിസൈൽ ഈ പറയുന്ന രീതിയിൽ തന്നെ പല ഗെയിംസും എല്ലാം പ്ലേ ചെയ്ത് വന്നിരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ എങ്ങനെ ഇവിടെ സംസാരിക്കണമെന്നും എങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്നും എല്ലാം നല്ല രീതിയിൽ തന്നെ അറിയാവുന്ന ഒരാൾ തന്നെയാണ്. ഈ പറയുന്ന ബിഗ് ബോസ് ഹിന്ദിയിലടക്കം നമുക്ക് കാണാവുന്നതാണ്. അവിടെ കൂടുതൽ ഈ പറയുന്ന ലേഡീസാണ് കൂടുതലും ഈ പറയുന്ന ബിഗ് ബോസും എല്ലാം അവിടെ വിജയികളായി മാറിയിട്ടുള്ളത്. പക്ഷേ മലയാളത്തിൽ അങ്ങനെയല്ല. കാര്യം അവിടുത്തെ ലേഡീസിനെ നമുക്കറിയാം, നല്ല രീതിയിൽ തന്നെ അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും അത് കൺവേർട്ട് ചെയ്ത് അത് അവരുടെ ഭാഗത്ത് ശരി എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാൻ കപ്പാസിറ്റി ഉള്ള കഴിവുള്ള ആൾക്കാർ തന്നെയാണ് ഈ പറയുന്ന ഹിന്ദി ബിഗ് ബോസിലടക്കം മത്സരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മത്സരാർത്ഥി തന്നെയാണ് ഈ പറയുന്ന ജിസൈൽ. അതുകൊണ്ട് തന്നെ ജിസൈലൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന നമുക്കറിയാം ജിസൈലിന്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. ഈ പറയുന്ന ബിഗ് ബോസ് തന്നെ പറഞ്ഞുള്ള കാര്യമാണ്. ഈ പറയുന്ന മറ്റുള്ളവരുടെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യണമെന്നുള്ള ബിഗ് ബോസ് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന ജിസൈൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന മറ്റു പ്ലേയേഴ്സിന് മുമ്പിൽ പോലും അത് പറഞ്ഞ് മാക്സിമം അവരെ തൻ്റെ ഭാഗത്താണ് ശരി എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനുവേണ്ടി പോയിന്റ് ചെയ്ത് തനിക്ക് നേരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന അനുമോളിനെ ട്രിഗർ ചെയ്ത് ഈ പറയുന്ന അനുമോൾ ഒരു അറ്റാക്ക് ചെയ്യുന്ന കൈ വീശുന്ന സമയത്ത് ഈ പറയുന്ന ജിസൈലിന്റെ മേത്ത് മുട്ടുകയും ആ ജിസൈൽ അത് കൺവേർട്ട് ചെയ്തിട്ട് അത് തനിക്ക് നേരെ ശാരീരികമായ ഒരു ആക്രമണം എന്നുള്ള രീതിയിൽ ഈ പറയുന്ന അനുമോളിനെതിരെ ഇപ്പം ഇന്നലെ തിരിഞ്ഞിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലെങ്കിൽ പോലും ജിസൈലിന്റെ ഭാഗത്തൊരു വലിയ തെറ്റുണ്ടെങ്കിൽ പോലും അത് മറ്റുള്ള ആൾക്കാരെ ട്രിഗർ ചെയ്ത് അതിനേക്കാളും വലിയൊരു തെറ്റ് അവരുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കുകയും എന്നിട്ട് താൻ അവിടെ കുറച്ചും കൂടി ഒരു ശരിയാണെന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള രീതിയിലുള്ള ഗെയിംസും കാര്യങ്ങളും എല്ലാം ജിസൈൽ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. അപ്പോഴാണ് അനുമോളുടെ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ കരച്ചിൽ പിടിച്ചിൽ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് തന്നെ പോയിട്ട് അവസാനം എല്ലാം കൊണ്ട് നിർത്തുന്നുണ്ട്. എന്തായാലും അറിയാം, ഇനി പറയുന്ന ശനി ഞായർ ദിവസങ്ങളിൽ എന്തായാലും ലാലേട്ടൻ വന്നിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഉറപ്പായിട്ട് ഈ അനുമോൾ പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന കൊല്ലും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയുന്ന ഉറപ്പായിട്ടും അത് വലിയ രീതിയിൽ തന്നെ ഒരു പ്രശ്നമാകാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് എന്താണോ ജിസൈലിലേക്ക് മറികടന്ന് അനുമോൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകും എന്നെനിക്ക് തോന്നുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും.